ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിന്നര അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം സമരം വേണോ സമരസപ്പെടണോ? ഈ പോക്കാണെങ്കിൽ ഉത്തരം കണ്ടെത്താൻ CPM പ്ലീനം നടത്തേണ്ടി വരും. അടുത്ത കാലത്തെ CPM സമരങ്ങളൊക്കെയും വൻ വിജയങ്ങളാണെന്ന് കാലം തെളിയിച്ച പശ്ചാത്തലത്തിൽ പാർട്ടിയോട് നേരിട്ട് ആവശ്യപ്പെടാനാവില്ലല്ലോ. അതുകൊണ്ടാണ് കുട്ടി സഖാക്കളെ ചൂണ്ടി പാർട്ടിയെ കല്ലെറിഞ്ഞത്. എന്നാൽ EP ജയരാജൻ രാഷ്ട്രീയ ജീവിതത്തിൽ മാന്യമായി പറഞ്ഞ ആദ്യത്തെ ആവശ്യം അവഗണിക്കപ്പെട്ടു. പണ്ടേ പോലെ ആളെ കൂട്ടാനാവുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ SFIക്കാർക്ക് EP ജയരാജൻ എന്ന നിത്യ കൗമാരത്തെ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റാക്കിയാലോ എന്ന് പോലും തോന്നിയിട്ടുണ്ടാവാം. സമരമില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിയെന്ന് P ജയരാജൻ ചോദിച്ചതോടെ EP ജയരാജൻ വീണ്ടും വെടികൊണ്ട പന്നിയെപ്പോലെയായി. EP ജയരാജൻ അല്ലല്ലോ EP ജയരാജൻ. മുഖ്യമന്ത്രിയെ രാജിവെപ്പിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ പോലെ, വിലക്കയറ്റം തടഞ്ഞ അടുപ്പുകൂട്ടൽ സമരത്തെ പോലെ, വീട്ടമ്മയുടെ സ്നേഹം ആവോളം ഏറ്റുവാങ്ങിയ ക്ലിഫ് ഹൗസ് സമരത്തെ പോലെ ഇനിയും സമരങ്ങൾ ഉണ്ടാവട്ടെ എന്നാഗ്രഹിച്ച് ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. KM മാണി എന്ന് കേട്ടു തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇനി KM മാണി CM മാണി ആകണം. ആയില്ലെങ്കിൽ ആക്കണം. അതിൻ്റെ പേറ്റന്റ് അവസാനമായി സ്വന്തമാക്കിയത് സ്വന്തം പാർട്ടിക്കാരൻ ആന്റണി രാജുവാണ്. മാണി സാറിനെ പ്രിൻസിപ്പലാക്കാൻ സമയമായെന്ന് ആന്റണി രാജു ആഞ്ഞടിച്ചു. എന്നാൽ ആന്റണി അടിച്ച ആണിക്ക് മണിമന്ത്രി മാണിയെ കെണിയിലാക്കാനുള്ള ത്രാണി തീരെയില്ലായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തലമുതിർന്ന നേതാവ് മാണി സാറാണ്. കേരള നിയമസഭയിൽ ഏറ്റവും ദീർഘകാലം MLA ആയി പ്രവർത്തിക്കുന്ന നേതാവും മാണി സാറാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നിട്ടുള്ള നേതാവും മാണി സാറാണ്. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിന്റെ ഒരു വീക്ക്നെസ്സാ. നല്ല കാര്യം, അങ്ങനെ ഒരു നല്ല അഭിപ്രായം വന്നത് സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് പ്രതിച്ഛായ നന്നാക്കാനാണ് മന്ത്രിസഭാ പുനഃസംഘടന നടത്തുന്നതെങ്കിൽ പുനഃസംഘടനയും പ്രതിച്ഛായയായിട്ട് ഒരു ബന്ധവുമില്ല. മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയായിരിക്കും ഏറ്റവും ഉചിതം. ഇപ്പൊ ഈ ഗവൺമെന്റ് എന്താ പ്രതിച്ഛായയും കുഴപ്പമിരിക്കുന്നത്? മുഖ്യമന്ത്രിയെ ഏതെങ്കിലും ഒരു മന്ത്രി ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും മന്ത്രിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കേരളത്തിൽ മുന്നണി ഭരണമാണ്, ഏകകക്ഷി ഭരണമല്ല. 5 വർഷക്കാലവും ഒരു പാർട്ടിയുടെ പ്രതിനിധി തന്നെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്ന നിലപാട് ഏകകക്ഷി വാദത്തിന്റെ പ്രതിഫലനമാണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആരെയെങ്കിലും താഴെ ഇറക്കുക, ഒരാളെ കയറ്റുക, ഒരാളെ താഴെ ഇറക്കുക, ഒരാളെ കയറ്റുക. ഇതാ മറിഞ്ഞു വന്നു, മറിഞ്ഞു തിരിഞ്ഞു. മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയായിരിക്കും ഏറ്റവും ഉചിതം. മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയായിരിക്കും ഏറ്റവും ഉചിതം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എനിക്ക് അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു ആഗ്രഹമോ അങ്ങനെ ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ല. ഇതിനൊക്കെ ഓരോ സമയമുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. എനിക്ക് അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു ആഗ്രഹമോ അങ്ങനെ ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ല. മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയായിരിക്കും ഏറ്റവും ഉചിതം. ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ? ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല, ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല, ഞാൻ അതിനു വേണ്ടി കരുക്കൾ നീക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സത്യം സത്യം സത്യം. ആന കൊടുത്താലും കിളിയേ ആശ കൊടുത്താലും
ഒഴിപ്പിക്കലാണ് അടുത്ത കാലത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. 3 ആള് ചേർന്ന് മൂന്നാർ ഒഴിപ്പിച്ചത് വീണ്ടും ചർച്ചാ വിഷയമായി. കൊല്ലം DCC ഓഫീസിലെ തമ്പാൻ ബാധയും KPCC ഓഫീസിലെ രാംദാസ് ബാധയും ഹൈക്കമാൻഡ് ഒഴിപ്പിച്ചത് അടുത്തിടെയാണ്. മിസോറാമിലെ വക്കം ബാധ മോദിജി ഒഴിപ്പിച്ചിട്ടും നാളേറെയായിട്ടില്ല. സെക്രട്ടേറിയറ്റിലെ മുഖ്യ ബാധ ഒഴിപ്പിക്കാൻ ആന്റണി രാജു ശ്രമിച്ചിട്ടും നടന്നില്ല. അപ്പോഴാണ് MLA ഹോസ്റ്റലിൽ ബാധ കയറിയ വിവരം നാടറിഞ്ഞത്. അവിടെ 5 മുറികളിൽ തപ്പി കുറേ ബാധകളെ ഒഴിപ്പിച്ചു. എന്നിട്ടെന്ത് കാര്യം? ശരത്ചന്ദ്ര പ്രസാദിന്റെ മുറിയിൽ ജയചന്ദ്ര പ്രസാദ് ഒളിച്ചിരുന്നുവെന്ന വാർത്ത നാട്ടിൽ പാട്ടായി. ഈ പ്രതി അറസ്റ്റ് ചെയ്ത പാറശാലയിൽ നിന്നാണ്. ഒഴിഞ്ഞു പോണുണ്ടോ ഇല്ലയോ? ഈ പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്ന പാറശാലയിൽ നിന്നാണ്. ചിന്റുമോനാണ് പറയുന്നത് ഒഴിഞ്ഞു പോകാൻ. പ്രതിയെ പാറശാല എന്നാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ തിരക്കി. ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനായി ചിന്റുമോൻ. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് പാറശാല 30 കിലോമീറ്റർ അപ്പുറത്ത് പാറശാല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒഴിഞ്ഞു പോണുണ്ടോ ഇല്ലയോ? പറ്റൂല. ഒഴിഞ്ഞു പോവുകയല്ലെന്നാ പറയുന്നത്. ഞാനെന്നാ ചെയ്യാനാ? എത്ര ചിന്തിച്ചിട്ടും ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാകുന്നില്ല. MLA ഹോസ്റ്റലിൽ കയറിയ ബാധയെ ഒഴിപ്പിച്ചത് എവിടെ വെച്ചാണ്? MLA ഹോസ്റ്റലിൽ വെച്ചോ, പാറശാലയിൽ വെച്ചോ, അതോ MLA ഹോസ്റ്റൽ പാറശാലയിലുമുണ്ടോ? പറയാൻ പറ്റില്ല. MLA-മാരൊക്കെ ഒളിക്യാമറയിൽ കുടുങ്ങുന്ന കാലത്ത് എവിടെയെങ്കിലും MLA-മാർക്ക് സ്വന്തം ഹോസ്റ്റലുകൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. സുധീര ഗാന്ധി വിദേശത്ത് പോയ തക്കം നോക്കി KPCC ഓഫീസിലും ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്തോ. സഖാക്കൾക്ക് ഇതെന്തു പറ്റി? തുടരെ തോൽക്കുന്നു, നാണം കെടുന്നു, ജനത്തിനിടയിൽ പണ്ടേ പോലെ ക്ലിക്കാവുന്നില്ല. അതിന് കാരണമന്വേഷിച്ച് കണ്ടെത്തിയ ഒരാളെ കേരളത്തിലുള്ളൂ. അത് അന്യനൊന്നുമല്ല, പന്ന്യനാണ്. എന്താണ് കാരണം എന്നല്ലേ? ആൾക്കാരെ നോക്കി ചിരിക്കണം. ചിരിക്കാതെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു മാത്രം നടന്നാൽ പാർട്ടിയും മുന്നണിയും മോശത്തിൽ നിന്ന് നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യമായി രാഷ്ട്രീയം പഠിക്കുന്ന മുമ്പിൽ പഠിക്കേണ്ട ബാലപാഠം എന്താ? ഒന്ന്, ഒരാളെ കണ്ട ഒന്ന് ചിരിക്കണം. ഒന്ന് ചിരിച്ചേ, ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ, സ്മൈൽ, ഒന്ന് ചിരിക്കുക. സ്മൈൽ. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. ആ ചിരിയിൽ കൂടി ഒരു സ്നേഹമുണ്ട്, ആ ചിരിയിൽ കൂടി ഒരു മനുഷ്യത്വമുണ്ട്, ആ ചിരിയിൽ കൂടി ഒരു ബന്ധമുണ്ട്. മറ്റു ചിലർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഉള്ള നിലപാടെടുക്കരുത്. ഒന്ന് ചിരിച്ചാൽ നമുക്ക് നഷ്ടം വരാൻ പോകില്ല. ചിരിക്കാൻ വേണ്ടി വല്ല ചെലവുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെ? ആ ചിരിയിൽ കൂടി ഒരു സ്നേഹമുണ്ട്, ആ ചിരിയിൽ കൂടി ഒരു മനുഷ്യത്വമുണ്ട്, ആ ചിരിയിൽ കൂടി ഒരു ബന്ധമുണ്ട്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളം അപ്പാട് വിഴുങ്ങാനാണോ നാട്ടുകാർ നിൽക്കുന്നത്? നമ്മളിപ്പം എവിടെയുണ്ട്? നമ്മളിപ്പോ ജനങ്ങളിൽ നിന്ന് ഒരുപാട് മാറിയോ? നിങ്ങളുടെ താല്പര്യം എല്ലാവർക്കും മനസ്സിലാവില്ലേ? നിങ്ങളെ താല്പര്യം മനസ്സിലാകാത്തവരാരായി നാട്ടിലുള്ളത്? അങ്ങനെയൊന്നും പറയാതെ വിജയ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടകാല. കാലം മാറി, അവസ്ഥ മാറി. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. ഒന്ന് ചിരിക്കുക. സഖാക്കൾ ചിരിക്കില്ലെങ്കിൽ എന്ത്? സഖാക്കൾ എന്തു പറഞ്ഞാലും നാട്ടുകാർ ചിരിക്കുന്നുണ്ടല്ലോ. ദേ ഇപ്പോഴും ചിരിച്ചിട്ടുണ്ടാവും, ഉറപ്പ്. കാർത്തികേയൻ കീർത്തികേയനാണെന്നും ആർത്തികേയനാണെന്നും അണിയറ സംസാരമുണ്ട്. ഏതായാലും പുള്ളിക്കാരനും മടുത്തു. സ്പീക്കറാണെങ്കിലും വേണ്ട പോലെ സ്പീച്ച് ചെയ്യാൻ പറ്റുന്നില്ലത്രേ. നിയമസഭാ സ്പീക്കർ സ്ഥാനം ഒഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ കളം മാറി ചവിട്ടിയ കൊള്ളാന്ന് മോഹം ഉണ്ടോ? എനിക്ക് 3 വർഷത്തിന് ശേഷം
പാർട്ടി ഏൽപ്പിച്ച ഈ ചുമതലയിൽ നിന്നും ഒഴിയാനുള്ള അനുവാദം നൽകണമെന്ന് പാർട്ടി നേതാക്കന്മാരെ കണ്ട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മോഹങ്ങൾ മരവിച്ചു മോതിര കൈ മുരടിച്ചു മനസ്സ് മാത്രം മുരടിച്ചില്ല മനസ്സ് മുരടിച്ചില്ല. സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അറിയിച്ചു. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഡൽഹി പോകുന്നു, പിന്നെ എന്തോ പുനഃസംഘടനയുടെ കാര്യത്തിന്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനുമല്ല പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? രാംദാസ് രാമന്റെ മാത്രം ദാസനാണ്, അല്ലാതെ പാർട്ടിയുടെ ദാസനാവാൻ ആളെ കിട്ടില്ല. മദ്യപിക്കില്ലെങ്കിലും ബാർ തുറന്നിരിക്കുന്നത് കാണാനാണ് പുള്ളിക്കിഷ്ടം. സാധാരണയായി രാഷ്ട്രീയക്കാർ മരിക്കുമ്പോഴാണ് ആളുകൾ നല്ലത് പറയാറ്. രാംദാസിൻ്റെ കാര്യത്തിൽ സംഗതി അങ്ങനെയല്ല. പദവിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴേ നല്ലത് കേട്ടു. നല്ലത് കേട്ടത് നാട്ടുകാരാണ്, പക്ഷെ പറഞ്ഞത് രാംദാസാണ്. ഇന്നുവരെ മദ്യപിക്കാത്ത, പുകവലിക്കാത്ത ഒരാളാണ്. ആന്റി നർക്കോട്ടിക് സെന്റർ ഓഫ് ഇന്ത്യയുടെ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഈ ഇത്രയും കാലത്തെ രാഷ്ട്രീയം അതുകൊണ്ട് നേട്ടങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വളരെ സാമ്പത്തികമായി 10-28 ലക്ഷം രൂപ നഷ്ടത്തിൽ ഓടുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. സാറാണാനാവോ 28 ലക്ഷം രൂപ രേഖാമൂലം കുറിക്കമ്പനികളിൽ കടമുള്ള ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു അംബാസഡർ കാറിലാണ് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി സാറാണാനാവോ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ. ഇത്രയും KP സെക്രട്ടറിമാരുള്ളതിൽ ഒരു എളിയ ഒരു KP സെക്രട്ടറി. ഡൽഹിയിൽ തമ്പടിച്ച് വമ്പനായ തമ്പാൻ കൊല്ലത്ത് മുമ്പനായി. അണികളായ അമ്പിമാരെ പമ്പരം കറക്കി വമ്പ് പറഞ്ഞ് മുമ്പേ നടന്നപ്പോഴാണ് കൊമ്പൊടിഞ്ഞത്. അമ്പമ്പോ, കൊമ്പൊടിഞ്ഞതല്ല, കൊമ്പൊടിച്ചെന്ന് ഹൈക്കമാൻഡ് കമ്പിയടിച്ചത്. എന്നിട്ടും തമ്പാൻ തമ്പ്രാൻ തന്നെ. കൊല്ലം DCC ഓഫീസിൻ്റെ ഉദ്ഘാടനം പ്രവർത്തകരൊക്കെ എത്തും മുമ്പേ പുള്ളിക്കാരൻ വന്നങ്ങ് നിർവഹിച്ചു. സുധീരഗാന്ധി നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് സുധീരഗാന്ധിയുടെ ഉറ്റവരോട് ഒരു മുന്നറിയിപ്പ്: പുറത്തു പോകുമ്പോൾ KPCC പ്രസിഡന്റിൻ്റെ മുറി പൂട്ടിയിട്ട് പോയാൽ നല്ലത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതും സംഭവിച്ചേക്കും. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്കരെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ